വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. അപ്പോൾ നമ്മൾ കാലത്ത് 6:20 ആകുമ്പോഴേക്ക് ഇറങ്ങി നേരെ ഗ്വാളിയർ ഫോർട്ടിലേക്ക് പോവാണ്. ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഇപ്പം തന്നെ വെയിലും ചൂടൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഭേദമായിരിക്കുമല്ലോ. ഒരു ഹില്ലി ഏരിയയിലാണ് ഫോർട്ട്, അതിൻ്റെ അനുബന്ധ സംഭവങ്ങളൊക്കെ. പിന്നെ താൻസൻ മക്ബരയൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ സംഗീതജ്ഞനായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ, ഇന്ത്യയുടെ മുഖമുദ്രയായിട്ടുള്ള താൻസന്റെ ജന്മസ്ഥലമാണ് ഗ്വാളിയർ. അത് ഏതാ വഴി? വഴിക്കൊന്നുമില്ല. ഇത് തന്നെയായിരിക്കും വഴി. ആകെ 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ ഫോർട്ടിലേക്ക്. അതിനാണ് ഇങ്ങനത്തെ ഊടുവഴി കാണിക്കുന്നത്. മാപ്പിനെ കൊണ്ട് രക്ഷയില്ല. എവിടെയെങ്കിലും ഇട്ട് തിരിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ മാപ്പിനെ കൊണ്ട് തോറ്റു. ചില നേരത്ത് മാപ്പ് അയ്യോ ഒരു രക്ഷയില്ലാത്ത കുഞ്ഞു കുഞ്ഞു വഴികളും ഗലികളൊക്കെയാണ് കാണിക്കാൻ. ആരോടും ചോദിക്കണ ഇങ്ങനെയുള്ള വഴികൾ കാണുമ്പോൾ നമുക്കാണ് ചിന്ത മാപ്പിൽ വഴി തെറ്റിയതാണ്. പക്ഷെ ഇവിടെയുള്ളവർക്ക് ഇത് തന്നെ വഴി, ഇത് തന്നെ ഗ്വാളിയർ ഫോർട്ടിലേക്കുള്ള വഴി. ആ ഫോർട്ട് കാണുന്നു. മുകളിൽ കോട്ടയുടെ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങി. വേറെ നല്ല വഴി ഉണ്ടായിരുന്നുണ്ടാവും. അപ്പുറത്ത് കണ്ട നല്ല വഴി അപ്പുറത്തുണ്ട്. അപ്പോൾ കോട്ടയിൽ കാണാം. തെരുവുകളിൽ കുതിരപ്പുറത്തും മണൽ കയറ്റുന്നുണ്ട്. ഒരു പ്രത്യേകതരം കട്ടിയുള്ള ചാക്കിലാണ് കയറുന്നത്. ഞാൻ ആദ്യം എടുക്കുന്നത് നെല്ലാന്ന് വിചാരിച്ചത്, പക്ഷെ മണലാണ്. അങ്ങനെ മാപ്പ് കാണിച്ച വഴി കൂടെ ആർക്കിയോളജിക്കൽ മ്യൂസിയം എന്നുള്ള ബോർഡ് കണ്ടു. ഒറ്റ നോട്ടത്തിൽ ആ കുന്നുമുകളിൽ ഇങ്ങനെ കോട്ട ഇങ്ങനെ നിൽക്കണതാണ് നല്ല സ്റ്റൈലായിട്ട്. കോട്ടയുടെ മതിൽക്കെട്ടും കാണാം. പക്ഷേ 1 ഇഞ്ച് സ്ഥലം പാർക്കിങ്ങിന് ഇല്ല. ഓട്ടോറിക്ഷകളും ലോക്കൽ വണ്ടികളും പിന്നെ വഴി നീള കച്ചവടമാണ്. നല്ല കിടിസം. അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ചു നാട്ടുകാരോട്. അപ്പോഴാണ് മനസ്സിലായത് അത് കില ഗേറ്റ് ആണ്. അവിടെ വണ്ടി ഇറങ്ങിയിട്ട് നേരെ കയറി പോകാൻ പറ്റും. പക്ഷേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കുറച്ച് നീങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നീങ്ങിയിട്ട് കോട്ടേശ്വർ മന്ദിർ റോഡ് വഴിയാണ്. നല്ല റോഡായിരുന്നു. അതിലേ വന്ന് ഇങ്ങനെ ഉറുവായി ഗേറ്റ് വഴി കടന്നു കഴിഞ്ഞാൽ ഒരു ഡ്രൈവ് ഇൻ ഫോർട്ട് മോഡ് പിടിക്കാം. ഈ വിന്ധ്യ പ്ലാറ്റു കണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ വരാൻ പറ്റും. രാവിലെ കാരണം ഈ വഴി നിറയെ മോർണിംഗ് വാക്കേഴ്സും ജോഗേഴ്സാണ്. വേറെ വണ്ടികളൊന്നുമില്ല. ഈ ഗ്വാളിയർ സിറ്റി ഭയങ്കര കൺജസ്റ്റഡ് ആയ കാരണം ഇവിടെ നല്ല റിലാക്സ് ചെയ്ത് സേഫായിട്ട് നടക്കാൻ പറ്റുമല്ലോ. ഇതാണ് സിദ്ധാഞ്ചൽ ഗ്രൂപ്പ് ഓഫ് ജെയിൻ റോക്കറ്റ് സ്കൾപ്ചേഴ്സ്. ഈ പാറകളിൽ കൊത്തിയെടുത്ത് 57 അടി വരെ ഉയരമുള്ള ജൈന തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങൾ ഈ പാറയിൽ ഇങ്ങനെ കൊത്തിയെടുത്തിട്ടുണ്ട്. ഗോപാഞ്ചൽ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസും സ്കൾപ്ചേഴ്സും ഇതുപോലെ മറ്റേ വശത്തുണ്ട്. ഇത് 7-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിന്റെ ഇടയിൽ നിർമ്മിക്കപ്പെട്ടു തോമാർ രാജവംശത്തിന്റെ കാലത്ത്. പക്ഷെ ബാബറിന്റെ ആക്രമണത്തിൽ ഇതിനൊക്കെ ഡിഫേസ് ചെയ്യും, നശിപ്പിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അസഹിഷ്ണുതയാണല്ലോ നമ്മുടെ അധിനിവേശങ്ങളുടെയും പടയോട്ടങ്ങളുടെയൊക്കെ മുഖ്യ കാരണം. ചരിത്രം മുഴുവൻ അങ്ങനെ അവരെന്റെ നിർമ്മിതികൾ തകർക്കലും എന്റേത് നിർമ്മിക്കലും ഒക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഫോർട്ട് ഏരിയയിലേക്ക് കടക്കാണ്. ഗ്വാളിയർ ഫോർട്ട് കോംപ്ലക്സിലെ എല്ലാ പാലസുകളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. സ്റ്റേറ്റ് ടൂറിസം വകുപ്പിനും ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ സന്ദർശകർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ ഒരുക്കേണ്ടത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നമ്മൾ വന്നപ്പോൾ പാർക്കിംഗ് ശൂന്യം, ഒരു മനുഷ്യനില്ല. അപ്പോൾ നമുക്ക് വേഗം കാണാം. ഒന്നിറങ്ങി ഉടനെ കൈഡുകൾ പൊതിഞ്ഞു. അപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത്. ഇതാണ് ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണ്, ഗുർജറി മഹൽ. അത് 9 മണിക്കേ തുറക്കുള്ളൂ. പക്ഷേ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കാണുന്ന ബ്ലൂ ടിഞ്ച്ഡ് ആയിട്ടുള്ള മൻമഹൽ പാലസ് ഓപ്പൺ ആണ്. ഗൈഡുകൾ ഇങ്ങനെ ബാർഗൈൻ ചെയ്ത് കൂടെ നടക്കാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഗൂഗിൾ ഗുരു മോഡലാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല മറ്റൊന്നും തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾ 9 മണി വരെ ഇങ്ങനെ ചുറ്റിക്കെട്ടി നിൽക്കേണ്ടി വരും. നമ്മുടെ വെരി purpose will be defeated. ഓസ്റ്റിൻ അധികം എന്റർടൈൻ ചെയ്യണ്ട, പതുക്കെ ഇങ്ങോട്ട് പോന്നോ. ഈ ഗുർജറി മഹൽ രാജാ മാൻസിംഗിന്റെ 9ാമത്തെ ഭാര്യയായിരുന്ന മൃഗനയനി എന്ന രാജ്ഞിക്ക് സ്വന്തമായിട്ട് കൊടുത്ത കൊട്ടാരത്രേ. ഈ മൃഗനയനി എന്നുള്ള വാക്ക് കേട്ടപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിയ വന്നു. ഈ ഗൈഡ് വിട്ടു പോണില്ലല്ലോ. പണ്ടൊരു ഹിന്ദി ടെലിഫിലിം ക്ലാസിക് ആയിരുന്നു, മഹാചതുര മൃഗനയനി. അങ്ങനെ അമോൽ പാലേക്കർ ഡയറക്റ്റ് ചെയ്തത്. ഇതായിരുന്നു അല്ലേ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറാണ്. മാൻസിംഗ് പാലസിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അകത്തുണ്ട്. 1508 തോമാർ രാജവംശത്തിലെ ശക്തനായിട്ടുള്ള രാജ മാൻസിംഗ് പണിയെടുപ്പിച്ച ഈ മാൻ മന്ദിറിന് 4 നിലകളുണ്ട്. ഭൂനിരപ്പിൽ നിന്ന് 300 അടി ഉയരത്തിൽ നിൽക്കുന്ന ഗ്വാളിയർ ഫോർട്ടിന്റെ ഉൾച്ചുമരിലാണ് ഇത് പണിതിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ മുഗളന്മാര് ഈ ഗ്വാളിയർ ഫോർട്ട് പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അവര് ഈ മാൻ മന്ദിർ പാലസ് ഒരു പ്രസനായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ടൂർ കിട്ടും. അത് നല്ലൊരു സംവിധാനമാണ്. ഇപ്പോൾ മിക്കവാറും എല്ലാ മോണിമെന്റ്സിലും ASI ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1486 to 1516 വരെ 30 വർഷം രാജാ മാൻസിംഗ് ഭരിച്ചു. അപ്പോൾ 1508 അദ്ദേഹത്തിന്റെ പണി പൂർത്തിയാക്കിയത്. ഇത് റോയൽ പാലസ് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 4 നിലകളുണ്ട്. ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് 2 നിലകളും മുകളിലേക്ക് 2 നിലകളും.
ധാരാളം മുറികളും ഓപ്പൺ കോർട്ട്യാർഡുകളൊക്കെയുള്ള ഈ മാൻമന്ദിർ പാലസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാവ്ഡ് പില്ലേഴ്സും അങ്ങനെ കുറേ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട് അതിനകത്ത്. പെയിന്റഡ് പാലസ് എന്നും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ കളർഫുൾ ആയിട്ടുള്ള ഗ്ലേസ്ഡ് ടൈൽസ് കാരണം. വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്വാളിയർ ഫോർട്ടിന്റെ ഉള്ളിലത്തെ സ്ഥാനവും ഇതിന്റെ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയും മാസീവ് സ്ട്രക്ചറും കാരണം അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇതിനെ നോബ്ലസ്റ്റ് സ്പെസിമെൻ ഓഫ് ഹിന്ദു ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ ഇൻ നോർത്തേൺ ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് വളരെ മീനിങ് ഫുൾ ആണ്. മാൻമന്ദിർ പാലസിന് പെയിന്റഡ് പാലസ് എന്ന് പേര് കൊടുത്ത ഈ കളർഫുൾ ഗ്ലേസ് ടൈൽസ് ഇപ്പോഴും കുറേയൊക്കെ നിലനിൽക്കുന്നുണ്ട് കാണുമ്പോൾ നല്ലൊരു രസമാണ്. അത് മെയിൻ കളേഴ്സ് ടർക്കോയ്സ് ബ്ലൂ, ഗ്രീൻ ആൻഡ് ബ്രൈറ്റ് യെല്ലോ. മെഡീവൽ കാലഘട്ടത്തിൽ വളരെ സാധാരണമായിട്ടുള്ള ഈ ബ്രൈറ്റ് സാൻഡ് സ്റ്റോൺ നിർമ്മിതിയിൽ ഇങ്ങനെ പല കളേഴ്സിലും മോട്ടീവ്സ് കൊടുത്തപ്പോൾ അതൊരു യുണീക്ക് ആയിട്ടുള്ള ആർക്കിടെക്ചർ സ്റ്റൈലായി മാറി. മുകളിലെ 2 നിലകളുടെ ഈ ഒരു പ്രത്യേക ഭംഗി, ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് സ്റ്റൈലും ഇതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഫെക്കേഡും കാണുമ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അതിൻ്റെ അണ്ടർഗ്രൗണ്ട് സീക്രട്സ്. താഴേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ബൂൽബുലിയ മോഡലിലാണ് നമ്മൾ ബഡൈ മാമ്പരയിൽ നടന്ന പോലെ വഴിതെറ്റി പോകുന്ന ഇടനാഴിയെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇത് മുഗൾ രാജവംശം കൈയടക്കിയപ്പോൾ ഇത് തടവറകളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബന്ധുക്കളെ ബ്രദറിനടക്കം ഇവിടെ തടവിലിട്ട് മുറാദിനെ സ്ലോ പോയ്സണിങ് വഴി കൊല്ലാണ് ഉണ്ടായത്. സ്വന്തം പിതാവായ ഷാജഹാനെ ആഗ്ര ഫോർട്ടിൽ തടവിലിട്ടിട്ട് മരണം വരെ ഇങ്ങനെ അവിടെ ഇട്ട് ഇഞ്ചിഞ്ചായി കൊന്ന ഔറംഗസേബിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അധികാരപ്രമത്ത മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു അറ്റം കിട്ടില്ല. എന്തായാലും ഒരുപാട് മനുഷ്യരുടെ ചോരയും കണ്ണീരും വേർപ്പൊക്കെ വീണ ഈ ഇടനാഴിയെക്കൂടെയും ഈ തടവറയെക്കൂടെയും നടക്കുമ്പോൾ ഒരു തരം ഈറി ഫീലിംഗ് ആണ്. അതിന് പറ്റിയ ബീജിയമായിട്ട് വാവലുകളുടെ ശബ്ദവും നല്ല കെട്ടമാണോ. ഓഫ്. ഏതായാലും താഴത്തെ നിലകൾ ഒരു സ്ട്രേഞ്ച് ആർക്കിടെക്ചറാണ്. വവ്വാലുകളുടെ ശബ്ദം കണ്ടില്ലേ, ഇതേ തൂങ്ങി കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അനക്കാണ്ട് നടന്നോ പതുക്കെ, ഒക്കെ കൂടി പറഞ്ഞ പോലെ നിപ്പയായാലോ. ഭയങ്കര എക്കോയാണ് ഇതിനകത്ത് കേട്ടോ. ഗ്വാളിയർ നഗരത്തിന്റെ നടുവിൽ ഇങ്ങനെ ഒരു 100 മീറ്ററോളം ഉയർന്നു നിൽക്കുന്ന ഗോപാചലം എന്ന് പറഞ്ഞ കുന്നുമയാണ് ഗ്വാളിയർ ഫോർട്ട് പണിതിട്ടുള്ളത്. ഇതിന്റെ തുടക്കം 6-ാം നൂറ്റാണ്ടില് ഗ്വാളിപ്പ എന്ന പേരായ ഒരു സന്യാസിയിൽ നിന്നാണ്. അങ്ങനെയാണ് ഇതിന് ഗ്വാളിയർ എന്ന പേര് വന്നതാണ് ഐതിഹ്യം. ഈ മലമുകളിലെ പല അമ്പലങ്ങളും അക്കാലം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പൂജ്യത്തിന് ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു അമ്പലം ഇവിടെയുണ്ട്. ഗ്വാളിയർ ഭരിച്ചിരുന്ന വിവിധ രാജവംശങ്ങൾ ഏതൊരു സ്ട്രാറ്റജിക് മിലിറ്ററി പോയിന്റ് ആയിട്ടും നഗരത്തെ വീക്ഷിക്കാനായിട്ടുള്ള ഒരു വാച്ച് ടവർ ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ രാജാ മാൻസിംഗ് പണിത ഈ മാൻമന്ദിർ പാലസ് ആണ് ഗ്വാളിയർ ഫോർട്ടിന്റെ ഏറ്റവും വലിയൊരു മുഖമുദ്ര എന്ന് തന്നെ പറയാം. നല്ല മാസീവ് ചുമരുകളും കൂറ്റൻ പില്ലറുകളൊക്കെ ചേർന്ന ഒരു കോട്ടയും കൊട്ടാരവും ഒത്തുചേർന്ന ഒരു ലുക്കിൽ ഇവിടെ നിന്ന് നഗരത്തെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഗ്വാളിയർ ഫോർട്ട് കോംപ്ലക്സ് ഏകദേശം 3 സ്ക്വയർ കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. അതിൽ മൻമന്ദിർ കൂടാതെ മറ്റ് പല സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഗാംഭീര്യം വേറെ ഒന്നിനും ഇല്ല എന്ന് പറയാം. ഇതിനെ കാണുമ്പോൾ നമുക്ക് ബാബർ ദ പേൾ എമംഗ്സ് ഓൾ ഫോർട്രസസ് ഓഫ് ഹിന്ദ് എന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ജിബ്രാൾട്ടർ ഓഫ് ഇന്ത്യ എന്നും കൂടി ഗ്വാളിയർ ഫോർട്ട് അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെ കുറിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പോൾ 8 മണിയായിട്ടുള്ളൂ, പക്ഷെ നല്ല ചൂടായി തുടങ്ങി. അപ്പോൾ ഈ കോട്ട കാണാൻ വന്നവരിവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ നാട്ടുകാരൊക്കെയാണ്. ഏതൊക്കെയോ കുടുക്ക് വഴി കൂടെ അങ്ങോട്ട് കടക്കണവരും പിന്നെ വ്യായാമത്തിനൊക്കെ വന്നവരൊക്കെയാണ്. ഗ്വാളിയർ ഒരു ചെറിയ സിറ്റിയാണ്. അപ്പോൾ അതിന് പബ്ലിക് പ്ലേസസ് ഒന്നും പാർക്കുകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ ഉണ്ട്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണല്ലോ. അത് ഗുർജാരി മഹൽ അദ്ദേഹത്തിന്റെ 9ാമത്തെ ഭാര്യയായ മൃഗരായനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. കാട്ടിലെ ഗുർജാർ വംശത്തിൽ നിന്ന് ഇവിടെ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന രാജ്ഞി ആയതുകൊണ്ട് അവളുടെ സ്വന്തം നദിയായിട്ടുള്ള റായ് നദിയിലെ വെള്ളം പോലും ഇവിടെ എത്തിച്ചിരുന്നു അത്രേ. എന്തൊക്കെയല്ലേ കഥകൾ. അപ്പോൾ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഇല്ലെങ്കിലും നമുക്ക് വേറെയും കാര്യങ്ങളിലൂടെ കാണാൻ സാസ് ബഹു ടെമ്പിൾ അഥവാ ശരിക്കുള്ള പേര് സഹസ്രബാഹു ടെമ്പിൾ എന്നാണ്. 2 അമ്പലങ്ങൾ ചെറുതും വലുതുമായി ഇങ്ങനെ ഒരേ കോമ്പൗണ്ടിൽ നിൽക്കണതുകൊണ്ട് നാട്ടുകാരാക്കിയ പേരാണ് അത്രേ സാസ് ബഹു, അമ്മായിമ്മ മരുമകൾ ടെമ്പിൾ. അതിൻ്റെ ഒപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സാധാരണ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ കാണാത്ത ഒരു ആർമറി അല്ലെങ്കിൽ ബാറ്ററി, എക്സ്പെൻസ് സ്റ്റോഴ്സ് ബാറ്ററീസ് 11 and 12 എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ആ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഇത് സഹസ്രബാഹു അഥവാ വിഷ്ണു അവതാരമായിട്ടുള്ള ടെമ്പിളാണ്. ഇത് AD 1093 കച്ചപ്പഗഡ രാജവംശത്തിലെ മഹിപാല രാജാവാണ് നിർമ്മിച്ചത്. ഇതിലെ മുഖ്യക്ഷേത്രം 3 നിലയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വമ്പൻ ക്ഷേത്രം തന്നെയാണ്. നല്ല കൊത്തുപണികളൊക്കെ ആയിട്ട് നഗാര ആർക്കിടെക്ചർ ശൈലിയിൽ ലൈം സ്റ്റോണും സാൻഡ് സ്റ്റോണാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
പക്ഷെ അതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ പുനർനിർമ്മിച്ചതാണെന്നുള്ളത് ASIയുടെ ഒരു റെനോവേഷൻ്റെ ഭാഗമായി ചെയ്തതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. മറ്റൊരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ ടെമ്പിൾ വാസ് ക്ലീൻഡ് ആൻഡ് സ്ട്രിപ്ഡ് ഓഫ് ദ ചുന വിത്ത് വിച്ച് ദ മുഹമ്മദൻസ് ഹാഡ് ഡിഫേസ്ഡ് ഇറ്റ് ഫോർ സെഞ്ചുറി. ഇപ്പോൾ മുഗൾ രാജാക്കന്മാർ ഈ അമ്പലം പിടിച്ചെടുത്തതിന് ശേഷം ഇത് ചുണ്ണാമ്പായിരിക്കാം, ചുണ ഇങ്ങനെ പൊത്തിവെച്ച് ഇതിൻ്റെ വിഗ്രഹങ്ങളൊക്കെ അടച്ചു വെക്കുകയും ഇതിൻ്റെ കൊത്തുപണികളൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ വാരിപ്പൊത്തി വെച്ചത്. ചരിത്രത്തിന് മുകളിൽ ചാണകവും ചുണ്ണാമ്പൊക്കെ പൊത്തുന്നത് എല്ലാവരും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. എന്തായാലും ആ ഭാഗങ്ങളൊക്കെ വളരെ മോശം അവസ്ഥയിലാണ്. അപ്പോൾ ASI അതൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ റെനോവേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും വലിയൊരു ജോലിയാണ് ASI ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രതിമകളുടെ മുഖമൊക്കെ ഇങ്ങനെ ചെത്തിപ്പോയിട്ടുള്ളത്, ഡിഫേസ് ചെയ്തിട്ടുള്ളത്, മുഖം ചെത്തിക്കളയുക, മുഖം നഷ്ടപ്പെടുത്തുകയാണ് നമ്മുടെ എല്ലാ അധികാരങ്ങളും എപ്പോഴും അവർക്ക് ഇഷ്ടമില്ലാത്തതോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര സുന്ദരമായ കലാരൂപങ്ങളെ നശിപ്പിക്കാനായിട്ട് ഒരു സംസ്കാര ചിത്തർക്ക് മനസ്സ് വരും. ശരിക്കും കലയെ കലയായിട്ട് കാണാനും മറ്റുള്ളവരുടെ സംസ്കാരങ്ങളൊക്കെ ബഹുമാനിക്കാനായിട്ടുള്ള സഹിഷ്ണുത നമ്മളിനി എന്നാണ് പഠിക്കുക എന്നുള്ളത് യാത്രകളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരുന്നൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ. അതെ, ഞാൻ നന്നായി കുത്തിപ്പണിത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പോവാം അടുത്ത സ്ഥലം. ഇനി ഫോർട്ട് കോംപ്ലക്സിലെ അടുത്തൊരു അമ്പലം തേലി മന്ദിറാണ്. തേലി മീൻസ് ഓയിൽ. അപ്പോൾ ഇവിടുത്തെ ഗ്വാളിയറിലെ ഓയിൽ മർച്ചൻസ് ഒക്കെ കൂടിയിട്ട് ഫണ്ട് ചെയ്ത് പണിതൊരു അമ്പലമാണിത്. ഏകദേശം 9ാം നൂറ്റാണ്ടിൽ പ്രതിഹാര ഡൈനാസ്റ്റിയിലെ മിഹിരഭോജ രാജാവിൻ്റെ കാലത്ത് ഇത് ഈ ഏരിയയിലത്തെ ഏറ്റവും ഉയരമുള്ള ടെമ്പിളാണ്. 30 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. വേറൊരു പ്രത്യേകത, ദ്രാവിഡ വാസ്തുവിദ്യ രീതിയിലാണ് ഇത് പണിതിട്ടുള്ളത്, നോർത്ത് ഇന്ത്യയിൽ സാധാരണ കാണാത്ത പോലെ. ഗ്വാളിയറിന്റെ സ്വന്തം രാജവംശമായിട്ടുള്ള സിന്ധ്യക്കാരുടെ സിന്ധ്യ സ്കൂൾ അവിടെയുണ്ട്. ഇത് ദത്ത ബന്ദി ചോഡ് സാഹിബ് ഗുരുദ്വാര, സിഖുകാരുടെ ആത്മീയ ഗുരുവായിട്ടുള്ള ഹർഗോവിന്ദ് സാഹിബിനെ ഇവിടെ ഗ്വാളിയർ ഫോർട്ടിൽ തടവറയിൽ വെച്ചതിന്റെ സ്മാരകമായിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. അപ്പോൾ ഗ്വാളിയർ ഫോർട്ട് കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. പൂരിയും സബ്ജിയും. അത് നല്ലതാണ്. മാത്രമല്ല ഇത് നല്ലൊരു സ്ഥലമാണ്. ചെറുതാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. അഫോർഡബിൾ വിത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. ഹൈലി റെക്കമെൻഡഡ് ഇൻ ഗ്വാളിയർ. അപ്പോൾ സമയം 10:30 പുറപ്പെടുന്നതിന് മുമ്പ് ഓസ്റ്റിനൊന്ന് വിൻഷീൽഡ് കഴുകാണ്. ഭയങ്കര മോശമായിരുന്നു, പൊടി പിടിച്ചിട്ട്. ഗ്വാളിയർ അത്യാവശ്യം നല്ല പൊടിയുള്ള സ്ഥലമുണ്ടോ, പിന്നെ ചൂടും കൂടി ആകുമ്പോൾ പറയാനില്ലല്ലോ, പൊടി പാറും. അപ്പോൾ നമ്മൾ ഇനി അജന്ത എല്ലോറയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അജന്തയിലേക്ക് നോക്കിയപ്പോൾ ഇനി 15 മണിക്കൂർ 800 കിലോമീറ്റർ ഓടണം. അത് ഇനി ഓടിയെത്താൻ പാടായിരിക്കും, നല്ല കഷ്ടപ്പാടായിരിക്കും. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ, നോയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പബ്ലിക് സ്കൂൾ. അപ്പോൾ ഇന്നിപ്പോൾ അജന്ത എല്ലോറയ്ക്കൊന്നും ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡെയിലി എവിടെയെങ്കിലുമൊക്കെ നിൽക്കും, എന്നിട്ട് നാളെ കണ്ടിന്യൂ ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓസ്റ്റിൻ കഴുകലും തുടക്കലായിട്ട് വിസ്തരിച്ചാണല്ലോ. ഈ ചൂടിൽ നിൽക്കേണ്ട കാര്യം തന്നെ ബുദ്ധിമുട്ടാണ്. രക്ഷയില്ല. സോറി കേട്ടോ, ഞങ്ങൾ ഇറങ്ങണില്ല. അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ടു. ഗ്വാളിയറിൻ്റെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര വേസ്റ്റൊക്കെ നിറഞ്ഞാണ് കിടക്കണത്. ഗ്വാളിയർ സിറ്റി ഈ ഒരു ഏരിയ കുറച്ച് ഓപ്പൺ ആയിട്ട് തോന്നി, പക്ഷേ സൈഡിൽ കണ്ടോ എല്ലായിടത്തും ഫുള്ള് ഇങ്ങനെ വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുകയാണ്. അത് എന്താണെന്നറിയില്ല. വളരെ അത്ഭുതമായിട്ട് തോന്നി. അത്ഭുതം എന്ന് വെച്ചാൽ മധ്യപ്രദേശിൽ കൂടെ നമ്മൾ ഇതിനു മുമ്പും കഴിഞ്ഞ യാത്രയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയ്ക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഗ്വാളിയർ അപ്പോൾ ഒരു ഏറ്റവും വൃത്തികെട്ട സിറ്റിയാണോ അറിയില്ല. എന്തായാലും ഈ ഫോർട്ട് മാത്രമാണ് ഇവിടുത്തെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് തോന്നുന്നു. ആകെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ലുക്കാണ്. ട്രാഫിക് ആയാലും എന്തായാലും കെട്ടിടങ്ങളായാലും ഒക്കെ ഇങ്ങനെ വളരെ മോശമായിട്ടും വളരെ ഒരു പിന്നോക്കാവസ്ഥയാണ് നമുക്ക് തോന്നുക. അതുപോലെ പശുക്കൾ, ഉത്തർപ്രദേശിലെ പശുക്കൾ നല്ല കൊഴുത്തിരിക്കും, അവിടെ മധ്യപ്രദേശിൽ ഇങ്ങനെ മെലിഞ്ഞിരിക്കും. അത് കഴിഞ്ഞ യാത്രയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. ആകെ മൊത്തം ഒരു പ്രോഗ്രസിൻ്റെ ഒരു പുരോഗതി ലക്ഷണമില്ല. അതൊന്ന് ഗ്വാളിയർ ഫോർട്ട് പോലെ ഉണ്ടാക്കി വെച്ചേക്കാണോ, പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണോ? ഏതായാലും തീരെ വികസനമില്ലാത്ത ഒരു സാമാന്യമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു രീതിയാണ് ഗ്വാളിയർ മൊത്തം. ഓടകൾ തുറന്നു കിടക്കണു, വേസ്റ്റൊക്കെ ഇങ്ങനെ ഡംപ് ചെയ്തിരിക്കണു, ജനങ്ങളും ഒരു ദാരിദ്ര്യം, ദൈന്യത നിറഞ്ഞ മുഖങ്ങളും ഒക്കെ ആയിട്ട്. നമ്മൾ 10-100 ദിവസങ്ങളോളം ഇന്ത്യയിൽ സഞ്ചരിച്ചിട്ടുണ്ട് ആകെ, പക്ഷെ അതിലൊന്നും എവിടെയും കാണാത്ത അത്രയ്ക്കും മോശമായ ഒരു സാഹചര്യമാണ് ഗ്വാളിയർ നഗരത്തിൽ തോന്നിയത്. ഇത് ശരിക്കും നഗരം തന്നെയല്ലേ എന്ന് പോലും നമുക്ക് സംശയമോ. അതും വികസിത ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കരമായൊരു വിഷമം തോന്നും. ഇനിയിപ്പോൾ വളരെ അറിയപ്പെടുന്ന ക്ഷേത്രമോ അങ്ങനെയുള്ള എന്തെങ്കിലും ജനങ്ങളെ പുള്ളിയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ വികസനം ഈ വഴി വരാത്തത്? വണ്ടി വരണാണ് അതിന് മുമ്പേക്ക് ചുമ്മാ അങ്ങോട്ട് ചാടി ഇറങ്ങാണ്, എന്നിട്ട് അങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത പോലെ. ഇതെന്താണിത്, ടോട്ടോക്കാരുടെ ഗ്വാളിയർ ഘടകത്തിന്റെ സമ്മേളനം വല്ലതാണോ? അതെ, പാവം മനുഷ്യര്, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ത് മോശമായിരിക്കും അല്ലേ.
ഔട്ടർ റിംഗ് റൂട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓർഗനൈസ്ഡ് ആണ്. പാവത്തുങ്ങളിങ്ങനെ കളിയാക്കല്ലടാ. എന്തെങ്കിലും കാര്യമായ പ്രശ്നം ഉണ്ടാവും അവർക്ക് വികസനത്തിന് തടസ്സമായി നിൽക്കണത്. എന്തായാലും ഇങ്ങനെയാണ് അവസ്ഥ. ആഗ്ര മുംബൈ എക്സ്പ്രസ് വേ അല്ല ഹൈവേ ആണ് ഇതെന്നാണ് കാണിക്കുന്നത്. എക്സ്പ്രസ് വേ അല്ല, അയ്യോ തെറ്റിപ്പോയി. അതിൻ്റെ ഒപ്പം AH-47 കൂടി മാപ്പിൽ കാണിക്കുന്നുണ്ട്, ഏഷ്യൻ ഹൈവേ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൈവേ എത്ര ഭേദം തോന്നും. വളരെ മോശം കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. പിന്നെ വാഹനങ്ങളും വളരെ പഴയതാണ്. മാപ്പിലെ വഴികളുടെ പേര് മാത്രമേ ഗുണമുള്ളൂ. മൊത്തത്തിൽ ആകെ ഒരു ശോകം പിടിച്ച അവസ്ഥയാണ്. എന്തായാലും കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ശരിയാവും. കുറച്ച് നേരമായി. ഇപ്പോൾ ഗ്വാളിയർ ജില്ല അങ്ങോട്ട് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. റോഡും ഒക്കെ നന്നാവുമായിരിക്കും. സമയം 1:45. അപ്പോൾ നമുക്ക് നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ എവിടെയും നിർത്തുന്നില്ല തൽക്കാലം. കാലത്ത് പൂരി അധികമായിരുന്നു, അപ്പോൾ അത് കഴിക്കാൻ പറ്റാത്ത പൂരി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് അങ്ങനെ പോവാണ്. പിന്നെ നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 500 കിലോമീറ്റർ ഓടി 8.5 മണിക്കൂർ ഇൻഡോറിൽ എത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്യാം. അപ്പോൾ ഇൻഡോറിൽ കാണാം. സ്റ്റേ വിത്ത് us. താങ്ക് യു ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്.